നമ്മള് ഇപ്പൊ റീഡിങ്ങിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് കുറച്ച് റീഡിങ്ങിന്റെ ഇത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പല ആൾക്കാരും ഇപ്പൊ നമ്മൾ 10 ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 10 ടൈപ്പുള്ള ഐഡിയാസ് ആയിരിക്കാം ഈ റീഡിങ്ങിന് വേണ്ടി പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഐഡിയാസിന്റെ അകത്ത് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക. അതിന്റെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ അതിന്റെ അത് നമ്മൾ ഫോം ചെയ്തെടുക്കുക. അതാണ് അതിന്റെ അകത്ത് ആവശ്യം കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ അങ്ങനെ പറഞ്ഞു അത് അങ്ങനെ മാത്രം ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം റീഡിങ്ങിന് അങ്ങനെ ഒരു സംഭവമില്ല. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ടീച്ചേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആൾക്കാരെല്ലാവരും എപ്പോഴും എഴുതിയിരിക്കുന്നത് ആ ടീച്ചർ പോയിന്റ് ഓഫ് വ്യൂ എഴുതിയിരിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മളിപ്പോ നമ്മളാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അത് മോറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ നമ്മുടെ ഒരു വേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും എളുപ്പമാകാൻ പറ്റുക. ഈ റീഡിങ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ടീച്ചേഴ്സിന്റെയും അക്കാദമിക്സിന്റെ ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നോക്കും. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കാം. പിന്നെ നമ്മളിപ്പോ സാധാരണ കേൾക്കുന്ന 2 വാക്കുകൾ ഒന്നാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇന്നലെ പഠിച്ച വേറൊരു പോയിന്റ് ഓഫ് വ്യൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മുടെ ഉദ്ദേശം തൊട്ടാ നമ്മുടെ ക്വസ്റ്റിന് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണം. അതിന് ഒരു ഫിക്സഡ് മെത്തേഡ് എങ്ങുമില്ല. അപ്പൊ അതിന് കുറച്ച് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അവിടെ നമ്മള് ഇപ്പൊ ക്വസ്റ്റിന് ആൻസർ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിന് ആൻസർ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ ആ പാരാഗ്രാഫിലും ഉണ്ട്. അപ്പൊ അത് ആ പാരാഗ്രാഫിൽ നിന്ന് എടുക്കുന്ന രീതി നമുക്ക് നോക്കണ്ട കേട്ടോ. അല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് സാധാരണ നമ്മൾ ഇന്നലെ എക്സാം എഴുതിയ പോലെ നമ്മൾ എഴുതേണ്ട കാര്യം നമുക്കില്ല. അപ്പൊ നോക്കാം, നമുക്ക് ഈ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒരു എലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കിമ്മിങ് ഈസ് എ ഫാസ്റ്റ് റീഡിങ് ടു ഗെറ്റ് ദ ജനറൽ ഐഡിയ ഓഫ് ദ ടെസ്റ്റ്. ഡിഫറെന്റ് ടെക്നിക്സ് ഫോർ സ്കിമ്മിങ് ഇൻക്ലൂഡ് running your eyes over the text to get general meaning, not stopping at words you don't understand, as this will only slow down. Reading the first and last paragraph of the text and summarize if offered. Looking closely at the topic sentences, the most important sentence of each paragraph. ഈ 3 ടെക്നിക്കും നമ്മൾ ശരിക്കും പ്രാവർത്തികമായി കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് നോക്കിയേ, റണ്ണിങ് യുവർ ഐസ് ഓവർ ദ ടെക്സ്റ്റ് ടു ഗെറ്റ് എ ജനറൽ മീനിങ്, നോട്ട് സ്റ്റോപ്പിംഗ് അറ്റ് വേർഡ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, as this will only slow you down. അപ്പൊ നമുക്കിപ്പോ വായിച്ചുകൊണ്ട് പോകുമ്പോ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ ആ സെന്റൻസിന്റെ അകത്തുനിന്ന് മൊത്തം അർത്ഥം എടുക്കാൻ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടു, ഒരു സെന്റൻസിന്റെ അകത്തുനിന്ന് മൊത്തം അർത്ഥം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ 1 സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അതിന്റെ മൊത്തം അർത്ഥം കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമ്മുടെ അടുത്ത ട്രിക്കിരിപ്പുണ്ട്. ബൈക്ക് ഏതാ ബാസ്കറ്റ് ഏതാ? ബൈക്കായിരിക്കും ആ സെന്റൻസിലെ മെയിൻ ഐഡിയ അല്ലെ, ബാസ്കറ്റ് ആയിരിക്കും അതിനകത്ത് സബോർഡിനേറ്റിംഗ് ക്ലോസ്, അതിന് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു പാരാഗ്രാഫ് വായിക്കുവാണെങ്കിൽ അത് ഇങ്ങനെ എന്താ പറയുക, ബേസിക്കലി പറയുകയാണെങ്കിൽ മലയാള മനോരമ പത്രം എടുത്ത് രാവിലെ എടുത്ത് വായിക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് അറുമുഖൻ എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യാൻ പോകില്ല. മലയാളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കും അറിയാൻ പാടില്ല. ബേസിക്കലി അങ്ങനെ ഒരു വാക്ക് നോക്കുമ്പോ അതിന് വാക്ക് കണ്ടു, പക്ഷെ അത് കഴിഞ്ഞിട്ട് സംഭവങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ പിക്ചർ മൊത്തം കിട്ടും. സോ സ്കിമ്മിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഒരു ഐഡിയ കിട്ടുക. ജസ്റ്റ് റീഡിങ്.
ഓടിച്ചു വായിക്കുക എന്ന് മലയാളത്തിൽ പറയും. രണ്ടാമത്തെ പറയുമ്പോൾ റീഡിങ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് സമ്മറൈസ് ഇഫ് ഓഫേർഡ്. എന്താണ് അതിന്റെ ഐഡിയ നമുക്ക് നോക്കാം. അതായത് ഒരു എസ്സേയുടെ അകത്ത് നമ്മൾ എസ്സേനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കണ്ടേ? നമ്മൾ കണ്ടു ഒരു എസ്സേയുടെ ഇൻട്രഡക്ഷന്റെ അകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ടോപ്പിക് സെന്റൻസ്, 2 ടോപ്പിക് സെന്റൻസിനെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹുക്ക് സെന്റൻസ്, 3 അതിന്റെ അകത്ത് ഒരു തിസീസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഇൻട്രഡക്ഷൻ കണ്ടു. ആ തിസീസ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ആയിരിക്കും ആ അതിന് അടിയിൽ വരുന്ന 3 പാരഗ്രാഫിലും വരുന്നത് നമ്മൾ കണ്ടു. തിസീസ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. അപ്പോ ഇൻട്രഡക്ഷന്റെ അകത്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്താണ് ആ നടുക്കുള്ള പാരഗ്രാഫിൽ പറയാൻ പോകാന്നുള്ള വരും. ഓക്കെ, ഈ നടുക്കുള്ള പാരഗ്രാഫ് കഴിഞ്ഞ് സമ്മറി വായിക്കുമ്പോൾ സമ്മറിക്കകത്ത് ഈ 3 പാരഗ്രാഫിലെയും കണ്ടന്റും കൂടെ കൂട്ടി നമ്മൾ ഒരു ഒന്നോ രണ്ടോ വാക്കുകളിലേക്ക് ചുരുക്കി എഴുതുന്നത് നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ വരുന്നതാണ് ഈ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു അക്കാദമിക് എസ്സേ, ശ്രദ്ധിക്കുക, അക്കാദമിക് എസ്സേയുടെ അകത്ത് ഒരു എസ്സേ അല്ല, നോവലിന്റെ എസ്സേ അല്ല, അല്ലെങ്കിൽ വേറെ ഒരു അക്കാദമിക് എസ്സേ, ഒരു അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂ ഒരാൾ എഴുതിയ എസ്സേ ഉണ്ടെങ്കിൽ ആ എസ്സേയുടെ ഇൻട്രഡക്ഷനും അതിന്റെ സമ്മറിയും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് ഈ സ്കിമ്മിങ്ങിന്റെ രണ്ടാമത്തെ ടെക്നിക്ക്. ആദ്യം പറയുമ്പോൾ ഓടിച്ച് വായിച്ചു പോവാം. ഈ ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സെന്റൻസ്, ഏതൊരു പാരഗ്രാഫിന്റെയും ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആണ്. ടോപ്പിക് സെന്റൻസ് വെൽ ഡൺ, അത് കഴിഞ്ഞു. അത് താഴത്തേക്ക് പോകുമ്പോൾ എക്സ്പ്ലനേഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമ്പിൾ, ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൺക്ലൂഷൻ. ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് ഇതിന്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് പ്രീ മൈൻഡ് ചെയ്താണ് പോകുന്നത്. മൂന്നാമത് ശ്രദ്ധിക്കുക, ലുക്കിംഗ് ക്ലോസ്ലി അറ്റ് ടോപ്പിക് സെന്റൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെന്റൻസ് ഓഫ് ദ പാരഗ്രാഫ്. കണ്ടോ, ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ 4 ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും. 4 ടോപ്പിക് സെന്റൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് അക്കാദമിക് എസ്സേക്കകത്ത് എഴുതാൻ പാടുള്ളൂ. അത് ഈ നിയമം നമുക്ക് തന്നതുപോലെ തന്നെ ഈ നിയമം അത് എഴുതുന്ന അധ്യാപകർക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർക്കും അത് ബാധകമാണ്. അപ്പൊ ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. സ്കിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എഫേർട്ട് ഇല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുക, അല്ലെ? അതായത് കുത്തിയിരുന്ന് വായിക്കാനൊന്നും പറ്റില്ല, നമുക്ക് അതിന്റെ സമ്മറി ഇങ്ങ് കിട്ടുക. ബേസിക്കലി ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വായിച്ചിട്ടുണ്ടെങ്കിൽ ആ എസ്സേക്കകത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പാരഗ്രാഫിൽ എന്ന് പറയാൻ മനസ്സിലായി തൊട്ടപ്പുറത്ത് പോയിട്ട് അടിയിൽ പോയിട്ട് നമ്മൾ ആ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കുക. ആദ്യത്തെ 1-2 സെന്റൻസ് അതിന്റെ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമ്പിൾ ചിലപ്പോ അതിന്റെ അകത്ത് ആദ്യം ഇട്ടേക്കാം. എന്തായാലും ടോപ്പിക് സെന്റൻസ് അകത്ത് എക്സാമ്പിൾ പോയിട്ടില്ല, ചിലപ്പോ എക്സ്പ്ലനേഷന്റെ മുകളിൽ എക്സാമ്പിൾ ഇട്ടേക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടു എന്താണ് സ്കിമ്മിങ്. അതായത് ഒന്ന് ഓടിച്ചു വായിക്കുന്നതിനാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയാം. മൊത്തം ഒരു അർത്ഥം ഉണ്ടാക്കി എടുക്കുന്നതിനാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് മനസ്സിലായി, അല്ലെ? അടുത്ത് നോക്കാം, എന്താണ് സ്കാനിങ്? Scanning is rapidly running your eyes over the text in order to locate specific details. 3 steps for scanning include: ഒന്നാമത്തത്, read the question and search for keywords or ideas associated with the question. രണ്ടാമത്തത്, your eyes then move quickly over the passage, fitting around the text, back, forth, up and down. അടുത്തത്, less reading, more searching. The brain hunts for the specific information, a word, a phrase, a name or a number. സ്കിമ്മിങ് എന്ന് പറയാൻ മൊത്തത്തിന്റെ ഐഡിയ. സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ MRI സ്കാൻ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ, എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്കിമ്മിങ് ആണ്.
MRI സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ബോഡി ആയിട്ട് കിട്ടാണ് അങ്ങോട്ടേക്ക്, നമുക്ക് ഫുൾ പിക്ചർ കിട്ടാണ് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക. കണ്ടോ, ഈ വാക്കിനകത്ത് വേറെ കണ്ടോ, റീഡ് ദ ക്വസ്റ്റ്യൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മളെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയും വായിച്ചിരിക്കണമെന്ന്. അടുത്ത നോക്കിയേ, സെർച്ച് ഫോർ കീവേഡ്സ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ പോരാ, അതിന്റെ കീവേഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഐഡിയാസ്. അപ്പൊ സെർച്ച് ഫോർ ദ കീവേഡ് മാത്രമല്ല, ആ ക്വസ്റ്റ്യനിലുള്ള ഐഡിയ എന്താണെന്ന് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് മാത്രം പോരാ, ഐഡിയാസും വേണം. ദെൻ യുവർ ഐസ് ഓൺ ദ മോർ ക്വിക്ലി ഓവർ ദ പേജ്. ഇങ്ങനെ പോയിട്ട് ഇതിന്റെ അകത്ത് ഞാനിപ്പോ മൂവിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ പോവാണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കി, അതിന്റെ അകത്തില്ല സ്കാനിങ്. ഓക്കെ, വെൽ ഡൺ. ഓക്കെ 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 ഓക്കെ. ഇതെനിക്ക് വേറെ രീതിയിൽ ചെയ്യാം അല്ലെ. നമ്മൾ ചെയ്യണം, അതായത് ഏറ്റവും എഫക്റ്റീവ് മെത്തേഡാണ് ഞാൻ പറയുന്ന ടെക്നിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, ടോപ്പിക് സെന്റൻസ് എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടോപ്പിക് സെന്റൻസ് അതിന്റെ അകത്തില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ വായിച്ചോട്ടെ, എക്സ്പ്ലനേഷന്റെ അകത്തില്ല. എക്സാമ്പിൾ ഒന്ന് വായിച്ചോട്ടെ, അതിന്റെ അകത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ കൺക്ലൂഷൻ ഒന്ന് വായിച്ചോട്ടെ, അതിനകത്തില്ല. സോ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മള് വായിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് വായിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് അതിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അടുത്തത്, ലെസ് റീഡിങ് ആൻഡ് മോർ സെർച്ചിങ്. ദ ബ്രെയിൻ ഹൺസ് ഫോർ എ സ്പെസിഫിക് ഇൻഫർമേഷൻ, എ വേർഡ്. ഇതിപ്പോ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് എന്താ പറഞ്ഞ, ഇപ്പോ ഒരു ലെപ്പറിനെ ജീസസ് സുഖമാക്കിയ ഒരു കഥയാണെങ്കിൽ ആ ലെപ്പർ ഹീൽഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ആ ബൈബിളിൽ തപ്പിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആദ്യം തപ്പുക? ആദ്യം മാത്യുവിന്റെ ചാപ്റ്റർ തപ്പും. മാത്യു ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. അത് കഴിയുമ്പോൾ നമ്മൾ തപ്പാൻ പോണേ, ഓക്കെ ഈ ആദ്യത്തെ പാരാഗ്രാഫ് ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ പാരാഗ്രാഫിൽ ആദ്യം നടന്ന കാര്യങ്ങളാണ്, അതായത് ജനിച്ച കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് വളർന്ന കാര്യവും അത് കഴിഞ്ഞിട്ട് പുള്ളി മറ്റു സ്ഥലങ്ങളിൽ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ഒന്നും വരില്ല. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഈ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിന്റെ കൂടുതൽ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡെത്ത് ആയിട്ട് ബന്ധപ്പെട്ട അതിലേക്ക് വരില്ല. അപ്പൊ അതിന്റെ മിഡിലാണ്. അപ്പൊ അങ്ങനെ വന്ന് ബാക്കിൽ ഇവിടെ വന്നു. ഇവിടെ ഒരു മിറാക്കിൾ കണ്ടു, ആ മിറാക്കിളിനുള്ള വേർഡ് കണ്ടു, ആ മിറാക്കിൾ അല്ല. ഓക്കെ, അടുത്ത മിറാക്കിൾ വേർഡ് കണ്ടു, ആ മിറാക്കിൾ അല്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു മിറാക്കിൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ഹീൽ ചെയ്ത വാക്ക് കണ്ടു, അപ്പൊ മിറാക്കിളും ഹീലിംഗ് കണ്ടു. അപ്പൊ അവിടെ ഹീൽ ചെയ്തേക്കുന്ന വേറൊരു കൊച്ചിനെ ഹീൽ ചെയ്തേക്കണം, ലെപ്പറിനല്ല. അത് ഓക്കെ ഓക്കെ, ലെപ്പറിനെ ഹീൽ ചെയ്താണ്. കണ്ടോ? This is the way I am searching. This is the way normally we are searching. ഈ ഒരു സ്കില്ല് ഓൾറെഡി എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് നമ്മള് ഈ ഒരു എക്സാം ഹാളിന്റെ ടൈമിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പുറത്തിറക്കുക. ഈ സ്കില്ല് നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്ത പോലെ തന്നെയാണ് നിങ്ങളും ഈ ലെപ്പറിനെ ഹീൽ ചെയ്ത സംഭവം മാത്യുവിന്റെ ബൈബിളിൽ പോയി സെർച്ച് ചെയ്യാൻ പോണേ. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ സെർച്ചിങ്ങിന് പോകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ടെൻഷൻ, നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാകാൻ പോകുന്ന ആങ്സൈറ്റി, കിട്ടിയില്ലല്ലോ, അത് കണ്ടില്ലല്ലോ, ഇത് കണ്ടില്ലല്ലോ, ഓക്കെ നോ നോ ഇറ്റ്സ് നോട്ട് ദെയർ, ഇറ്റ്സ് നോട്ട് ദെയർ. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. കാരണം ആ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടലി വേസ്റ്റ് ഓഫ് ടൈമാണ്. അത് കൂടിക്കൊണ്ട് വന്നാൽ, അത് നമ്മൾ തന്നെ കൂട്ടിക്കൊണ്ട് വന്നാൽ തന്നെ ഇറ്റ് ഈസ് ടോട്ടലി വേസ്റ്റ് ഓഫ് ടൈം. കാരണം അത് കൂട്ടിയതുകൊണ്ട് നമുക്ക് എഫോർട്ട് കൂടും എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ബി വെരി പ്രാക്ടിക്കൽ. കാരണം ഞാൻ തപ്പാൻ പോണ വാക്ക് അത് അവിടെ കണ്ടില്ലെങ്കിൽ വേറെ എവിടെയോ ഉണ്ട്. ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം എപ്പോഴും. കാരണം ആ ക്വസ്റ്റ്യന്റെ ഉത്തരം മസ്റ്റായിട്ടും ആ പേജിന്റെ അകത്ത് എവിടെയോ ഉണ്ട്. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു IELTS റീഡിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആ 3 പാരഗ്രാഫിന്റെ അകത്ത് എവിടെയോ ഉണ്ട്. അത് കിണ്ടില്ല എന്ന് വെച്ചുകൊണ്ട്
നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ആങ്സൈറ്റി, അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. കാരണം ദാറ്റ് ഇസ് ടോട്ടലി വേസ്റ്റ് ഓഫ് ടൈം. സോ ടേക്ക് എ ഡീപ് ബ്രെത്ത്, ദാറ്റ്സ് ഫൈൻ. ഇവിടെ കണ്ടില്ല, ഓക്കെ. ഇപ്പൊ എന്നെ പറ്റിച്ച് എവിടെ കിടക്കണം അല്ലേ, കൊള്ളാം. ഈ ഒരു മെന്റാലിറ്റി ആയിരിക്കും നമുക്ക് വരുത്തുക. കാരണം വി ഹാവ് ടു ബീറ്റ് അവർ ടൈം. നമുക്കുള്ള 60 മിനിറ്റ് നമുക്ക് ബീറ്റ് ചെയ്യണം. ആ സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കണ്ടേ. ഓക്കെ, സോ ലെസ് റീഡിങ് ആൻഡ് മോർ സെർച്ചിങ്. The brain hunts for specific information, a word, a phrase, a name, a number. ഒരു വേർഡ് ആവാം, ഒരു ഫ്രേസ് ആവാം, നെയിം ആവാം, നമ്പർ ആവാം, എന്ത് വേണം നമ്മൾ സെർച്ച് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റും. അപ്പോ സ്കിമ്മിങ്ങും സ്കാനിങ്ങും എന്താണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഓക്കെ, റീഡിങ് ഫോർ ഡീറ്റെയിൽസ്, ഫൈൻഡ് യുവർ ആൻസർ. This final step requires a careful and a close reading of the passage you have arrived at after you search in order to find the answer. When we read the for detail, we read every word in the text and think carefully about the overall meaning of each sentence. ഇതിനകത്ത് ഈ മൂന്ന് കൊടുത്തതൊക്കെ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. വെൻ വി റീഡ് ദ ഡീറ്റെയിൽ, ആ സെന്റൻസ് കണ്ടോ, അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലേ. വെൻ വി റീഡ് ദ ഡീറ്റെയിൽ, കോമ ഒരു ബാസ്കറ്റ് ആണ്. വി റീഡ് എവറി വേർഡ് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ ഓവറോൾ മീനിങ് ഓഫ് ദ സെന്റൻസ്. എന്തുകൊണ്ട് ഈ ആന്റിന് മുമ്പ് ഒരു കോമ വന്നില്ല? ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ആൻസർ ആണ് കേട്ടോ. കാരണം അവിടെ സബ്ജക്റ്റ് ഇല്ല. ഐ തിങ്ക് എന്ന് വന്നിരുന്നെങ്കിൽ അവിടെ കോമ വേണമായിരുന്നു. ഈ തിങ്ക് എന്ന് പറയുന്നത് ഈ സെയിം സബ്ജക്റ്റിന്റെ ബാധകമായിട്ട് വന്നുകൊണ്ട് ആ ഒരു സെന്റൻസിന് സബ്ജക്റ്റ് ഇല്ല, വെർബുണ്ട്, LY വന്നുകൊണ്ട് അഡ്വർബുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെ. വെൽ ഡൺ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ ടോപ്പിക് നമ്മൾ വിട്ടുപോയി. സെന്റൻസ് നോക്കാൻ പോയി കഴിയുമ്പോൾ വെൻ വി റീഡ് ദ ഡീറ്റെയിൽ വി റീഡ് എവറി വേർഡ് ഇൻ ദ ടെക്സ്റ്റ്. എല്ലാ വേർഡും നമ്മൾ വായിക്കും, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ ഓവറോൾ മീനിങ് ഓഫ് ഈ സെന്റൻസ്. ആ ഒരു സ്കില്ലാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, മലയാള മനോരമ പത്രം ആദ്യം മുതല് മലയാള മനോരമ കോട്ടയം എഡിഷന് തൊട്ട് നമ്മൾ അതിന്റെ അവസാനത്തെ സ്പോർട്സ് പേജിന്റെ അവസാനം വരെ ഇരുന്ന് നമ്മൾ ആരെങ്കിലും പത്രം വായിക്കൂ? ആരും വായിക്കില്ല. ആവശ്യമുള്ള സംഭവം നോക്കും, ഓക്കെ അത് വായിച്ചു, അതിനകത്ത് കുറച്ച് നോക്കി അത് വായിച്ചു, കുറച്ച് നോക്കി അത് വായിച്ചു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടി, ഹെഡിങ്ങിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, പക്ഷേ നമുക്ക് കിട്ടുന്ന സെന്റൻസിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂട്ടിയെടുക്കുക എങ്കിൽ മാത്രമാണ് നമുക്കിപ്പോ ആ ഒരു സെന്റൻസിന്റെ അകത്ത് ഇപ്പൊ എക്സ്പ്ലനേഷൻ സെന്റൻസ് ആണെങ്കിൽ ആ എക്സ്പ്ലനേഷൻ സെന്റൻസിന്റെ അകത്ത് 5 മെയിൻ വേർഡിന്റെ അർത്ഥങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവും. ഓവറോൾ മീനിങ് ഓഫ് സെന്റൻസ്. ഇതിന്റെ നമ്മൾ ഭാഷ അറിയാൻ പറഞ്ഞ നാട്ടിൽ പോയാൽ നമ്മൾ ജീവിച്ചു പോകും. കാരണം പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മൊത്തത്തിൽ ഓവറോൾ മീനിങ് കൊടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും, എന്ത് ഭാഷയാണെങ്കിലും. Right, let us practice skimming. Skimming using the question below. Choose a heading that best matches the upcoming paragraph. Remember to underline your keywords. Keywords underline ചെയ്യാന്ന് പറയും. Parents are to blame for state of the children today. Okay, parents blame. Okay, a report with many conclusion worries about United Kingdom. ഇതിനകത്ത് ഇവിടെ ഒരു കീവേഡ് കൂടുതൽ നമ്മൾ എന്താണ് ഇതിനകത്ത് റിപ്പോർട്ടിന്റെ അടിയിലും കൺക്ലൂഷന്റെ വറീസിന്റെ അടിയിലും യുണൈറ്റഡ് കിങ്ങിന്റെ അടിയിലും വരച്ചു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അത്രയും വേർഡ് ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യാൻ പോണം. എന്റെ മെയിൻ തീം എന്തുട്ടാ, കൺക്ലൂഷൻ ഓഫ് വറീസ് അല്ലെ, അബൌട്ട് യുണൈറ്റഡ് കിങ്ഡം.
Growing up, unhappy generation. അത് unhappy generation ആണ്. Social problems. Choose the heading that best matches the upcoming paragraph. Remember to underline your keywords. അതാണ് നമ്മളിപ്പോ ചെയ്തല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് അല്ലെ ഇപ്പൊ നമ്മളിത് വായിച്ചു, അതിനകത്ത് കീവേഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഇപ്പൊ എല്ലാ വാക്കിനും അണ്ടർലൈൻ ചെയ്യാൻ പോകണ്ട, അതിന്റെ മെയിൻ തീം ഉള്ള കാര്യം അണ്ടർലൈൻ ചെയ്താൽ മതി. ഒരു കൂടുതൽ വാക്ക് അണ്ടർലൈൻ സംഭവിക്കാനൊന്നും പോകുന്നില്ല. Right. Let us skim the first and last sentences from the passage. In recent years, evidence has been collected which suggests that the proportion of British children and teenagers who are unhappy is higher than in many other developed countries around the world. നമുക്ക് ഇത് വായിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ട്, പക്ഷെ സ്കിം the first and last sentence of the passage എന്ന് പറയുമ്പോൾ എന്തുട്ടാ, ടോപ്പിക് സെന്റൻസും അതിന്റെ കൺക്ലൂഷനും വായിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചല്ലേ. ദാറ്റ് ഇസ് എ വേ വി ഹാവ് ടു വർക്ക് അറൗണ്ട്. അത് ആ ഒരു ടെക്നിക്ക് നമ്മൾ ആദ്യം. ഓക്കെ, സെന്റൻസ് വായിച്ച് കണ്ടില്ല, നോ 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 നോ, ഞാൻ ആദ്യം എന്റെ ടോപ്പിക് സെന്റൻസ് വായിക്കാം. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, അത് ഈ കാര്യം കൊടുക്കുന്നത് മനസ്സിലായി. Conclusion കൊടുക്കുക, with less than half a national average of income, this seems to have a negative effect on how they feel themselves. പിന്നെ അകത്ത് വരാനുള്ള ചാൻസ് എന്താണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി. കംപ്ലീറ്റ് ബ്ലാബ്ലാ ഇരിക്കുന്നത് വരാനുള്ളത്. ഇതാണ് ഇതിന്റെ കോർ തീം. For first and this last sentence of the paragraph. So, what is your answer? Choose the heading that best matches the previous paragraph. Growing up an unhappy generation. If parents are blamed for the state of children today, a report which is conclusions worries and kingdom, you people today to me social problems. Okay. Skimming the written text is a jumping from one place to place. You don't have to read all the words. For instance, ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, examples and chunks you know are developing ideas which have been monitored, mentioned in the topic sentences can be jumped over. You know are developing ideas. For instance, examples of chunks you know are developing ideas. അപ്പോൾ ടോപ്പിക് സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന ഐഡിയ എക്സാമ്പിൾ ഉപയോഗിച്ചും എക്സ്പ്ലനേഷൻ ഉപയോഗിച്ചും ഡെവലപ്പ് ചെയ്യാണ് അതിന്റെ അകത്ത് അല്ലേ. അപ്പൊ നമുക്ക് പല ടോപ്പിക് സെന്റൻസ് ആണ്. ഇപ്പോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ബെസ്റ്റ് മാച്ചസ് ദ പ്രീവിയസ് പാരഗ്രാഫ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ സംഭവത്തിൽ നോക്കി നമ്മൾ ഓരോ ടൈപ്പിനും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഓരോ ടൈപ്പ് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ നമ്മൾ ഇന്നലെ കണ്ടു. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം. ഇവിടെ എന്ത് ടൈപ്പ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിവരം കേട്ടോ, സംസാരിക്കാനെ കുറിച്ച്. എന്തായാലും നമുക്ക് കാര്യം മനസ്സിലായി. ഇതിന്റെ ടോപ്പിക് സെന്റൻസും കൺക്ലൂഷനും വായിച്ചാൽ കിട്ടുന്നത് മനസ്സിലായി. അടുത്ത നോക്കുക, സ്കാനിങ്. അണ്ടർ ദി ഷോർട്ട് lines you mark with a dot margin the area you may think the man's answers might be. You can also write the number whenever the question the margin near the area you think the answer before underlying the answer test. ഒരു 3 സ്ലൈഡ് മിസ്സായിട്ടുണ്ട് കേട്ടോ, ഞാൻ നാളെ എടുത്തരാം. പോയി അപ്പൊ നമുക്കിപ്പോ സ്കിമ്മിങ് എന്താണ്, സ്കാനിങ് എന്താണ്, നമുക്ക് ഒരു വേഗിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അടുത്ത ശ്രദ്ധിക്കുക, നമ്മൾ നോക്കേണ്ടത് ഡു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട്സ് ദ ക്ലെയിംസ് ഓഫ് റൈറ്റർ. ഈ യെസ് നോ നോട്ട് ഗിവൻ എന്നുള്ളത്
എപ്പോഴും ആ റൈറ്ററിന്റെ ക്ലെയിം അനുസരിച്ചായിരിക്കും നമ്മൾ ഇന്നലെ കണ്ടു അല്ലെ. If the statement refers to the claim of the writer, yes. If the statement contradicts the claims of the writer, no. If it is impossible to say what the writer thinks about this, not given. 30% of the deaths in the United States are caused by smoking-related disease. If one partner in a marriage smokes, kando, is an second okay. If one partner in a marriage smokes, comma, the other is likely to take up smoking. അത് എന്ത് ടൈപ്പ് സെന്റൻസ്? ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലെ. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണത്. ഈഫ് എന്ന് പറഞ്ഞ സംഭവം ചേർത്ത് ഈ സെന്റൻസിനെ നമ്മൾ കണ്ടീഷൻ സെന്റൻസ് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച സംഭവങ്ങളൊക്കെ നോർമൽ ലൈഫിൽ ഇങ്ങനെ തന്നെ വേണം അല്ലെ വേണ്ടത്. ഇനി മുതൽ നമ്മൾ എല്ലാ സെന്റൻസുകളും എവിടെ കണ്ടാലും നമ്മൾ വിടില്ല കേട്ടോ. എന്ത് സെന്റൻസ് ആണ് നമ്മൾ ഒന്നും കൂടെ സൃഷ്ടിച്ച് നോക്കും നമ്മൾ പഠിച്ച ടൈപ്പാണെങ്കിൽ. നമുക്ക് ഇതാ നോക്കാം. ഈ ഒപ്പോണൻസ് ഓഫ് സ്മോക്കിംഗ് ഫൈനാൻസ് ദ USCF സ്റ്റഡി. അതിന്റെ നമുക്ക് ഇതിന്റെ ആൻസർ ഇവിടെ കിട്ടുക നോട്ട് ഗിവൺ ആണ്. അപ്പോ യെസ്, നോ, നോട്ട് ഗിവൺ അതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ അത് യെസ് ഓർ നോട്ട് ഗിവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയ ആള് അതിനെ കുറിച്ച് എന്താണ് 100% പറഞ്ഞിട്ട് നോക്കാൻ പോണേ. I am going to scan UCSF. Okay. Study the first because in an diagram the probably easiest to spot. Then I will look for the opponent. Keywords opponent on there and finance or similar words. I have found in the paragraph with the UCSF. ഇത് ഒരാള് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. What he is doing there is planning. ചുമ്മാ വാക്ക് കണ്ട് അപ്പൊ തന്നെ അയാൾ ചെയ്യാൻ പോകുന്നില്ല. He is planning himself. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പറഞ്ഞാൽ ഈ ആള് അപ്പൊ തീരുമാനിച്ചു ഞാൻ I'm going to stand ഇതേ ഞാൻ ആദ്യം നോക്കാൻ പോണത്. Because probably easy to spot, അത് easy to spot ചെയ്യാൻ എളുപ്പമുണ്ട്. Then I will look for opponent. പിന്നെ opponent നോക്കും ചെയ്യും. പിന്നെ ഞാൻ ഫൈനാൻസ് നോക്കും ചെയ്യും. അതല്ലെങ്കിൽ otherwise similar words. I have to find the part of it to use it. Okay. A more recent study research University of California at San Francisco UCSF. Okay. അതിന്റെ അടിയാണ് വെച്ചിട്ട് പോയി. Has known to second-hand cigarette smoking does not harm to non-smoker than other smokers. Right. അതിനകത്ത് നമുക്ക് ഉദ്ദേശാനം കിട്ടില്ല. ഒരു വാക്ക് മാത്രമേ കിട്ടുള്ളൂ. വീണ്ടും നമുക്ക് തപ്പേണ്ട വരികയാണ്. Okay. Leaving aside the philosophical question of the whether anyone should be how to breathe someone else cigarette smoke, the report suggests that the smoking experienced by many people by daily lives is enough to produce established adverse effect to the person heart and lungs. നമ്മൾ ഇന്നലെ കണ്ടു നമ്മളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് IELTSന്റെ റീഡിങ്ങിന് നീട്ടമുള്ള സെന്റൻസുകൾ അവർ എഴുതുള്ളൂ. നമ്മൾ ഇന്നലെ വായിച്ച സംഭവം അല്ലെ. അപ്പൊ നമ്മൾ കാണുകയും ചെയ്തു. ഒരു സെന്റൻസിന്റെ വലുപ്പം നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 40. അറൗണ്ട് ഒരു 40 വാക്കിൽ കൂടുതലുള്ള ഒരു സെന്റൻസ് ഉണ്ടാക്കിയ അവര്. എന്തിനാ? നമ്മളെ കുടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിന്റെ അകത്ത് USCF എന്ന് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അല്ലെ. Okay. I didn't see anything with the opponent or finance, so I continue the text of the paragraph. Right. Well done. The report published. Okay. Something here. In Journal of the American Medical Association was based on the researchers' own earlier research, but also includes a review of the studies over the past few years. The American Medical Association representative, about half of the US doctors, is a strong opponent of the smoking. Got idea somewhere there. Okay.
The study suggests that the people who smoke cigarette continue damaging their cardiovascular system, which adapts to compensate the effect of the smoking. ഇതന്നെ ഇവിടെയും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, തലതിരിച്ച് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. In further states that the people who do not smoke do not have the benefit to the system adapting the smoke inhalation. കണ്ടോ, നമ്മൾ ഇന്നലെ കണ്ടു അവർ ഒരുപാട് ഹൂ ഉപയോഗിക്കും, വാട്ട് ഉപയോഗിക്കും, കാരണം വെതർ ഉപയോഗിക്കും. ഈ സെന്റൻസ് വലുതാക്കാൻ വേണ്ടി അവർക്ക് ഈ ബാസ്കറ്റ് കയറ്റി വെച്ച് അവർ സെന്റൻസ് മാക്സിമം വലുതാക്കണം അങ്ങോട്ടേക്ക്, നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി. Consequently, the effects of the passive smoking are over non-smoking than the smokers. I have found opponent ഞാൻ അവിടെ കണ്ടിരുന്നു. Okay, but it says nothing here about financing. Opponent കണ്ടു, പക്ഷെ അത് ഫൈനാൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. The study or anything similar to that to be paid for research. Okay. It is only states that it was published. അത് പബ്ലിഷ് ചെയ്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ. In the journal, which was in the name. Therefore, I can correctly choose. It is not given. Not given the answer കണ്ടുപിടിച്ച വഴിയുണ്ട്. സോ നമുക്ക് എന്താണ് ഇതിന് പഠിക്കാനുള്ളത്? ഈ ആൻസർ കണ്ടുപിടിച്ചത് നമുക്ക് എന്താ പഠിക്കാം, അത് നോക്കണം നമ്മൾ കേട്ടോ. ഓക്കെ, 3 വാക്ക് എടുത്തുകൊണ്ട് പോയി. ആ 3 വാക്കിന്റെ അകത്ത് 2 വാക്ക് ഞാൻ അതിനകത്ത് ലൊക്കേറ്റ് ചെയ്തു, 1 വാക്ക് ഞാൻ ലൊക്കേറ്റ് ചെയ്തില്ല. ലൊക്കേറ്റ് ചെയ്യാത്ത വാക്ക് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് എന്നാണ്. അപ്പോ ബിഫോർ ഐ ഗോ വിത്ത് ദ വേർഡ്സ്, എന്താണ് ഇയാളുടെ മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത്? അയാള് ഈ yes or no എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്ന മുമ്പ് I am going to scan UCSF study first because probably easiest to spot. I will look for the opponent or finance or similar words I have found in the paragraph with the UCF. അപ്പോ ഇവിടെയാണ് നമ്മൾ വേറെ കാര്യം പറഞ്ഞത്. നമ്മൾ ഈ വാക്കുകൾ മാത്രം ലൊക്കേറ്റ് ചെയ്താൽ പോരാ. അപ്പൊ ഈ ഒരു ആൻസർ പറയാം, ഈ ഒരു ആൻസറിന് വേണ്ടിട്ട് ഇത്രയും പാരാഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഈ ആൻസറിന് ഉത്തരം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി. അത് ഒരു സ്ഥലത്തല്ല കിടക്കണേ, അത് പല സ്ഥലങ്ങളിലാണ് നീട്ടത്തിൽ കിടക്കുകയാണ്. കാരണം വലിയ വലിയ സെന്റൻസ് ഉണ്ടാക്കി നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ്. അപ്പൊ 100% ഇതിന്റെ അകത്ത് കൊടുത്തിട്ടില്ല. എന്താ കൊടുക്കാത്ത നമ്മൾ കണ്ടു. Says that nothing here about financing study or anything similar that paid for research. It only states that it was published in the journal, which is in the same അല്ല. എന്തുകൊണ്ട് സെയിം അല്ലാത്ത? Therefore I can correctly choose not given. അപ്പോ നമുക്ക് നമ്മുടെ പഴയ പോയിന്റിലേക്ക് പോവാം. എന്താണ് പോയിന്റ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നല്ലോണം പഠിച്ചോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ ഇതിന്റെ അകത്ത് കിട്ടിയാൻ എളുപ്പമായിട്ട്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം പഠിക്കുക, എന്നിട്ട് തന്നെ ആൻസർ നോക്കാൻ പോവുള്ളൂ. ഓക്കെ, വേറെ നമുക്ക് നോക്കാം. If one partner in a marriage smokes, the other is likely to be take up smoking. അതൊരു കോംപ്ലക്സ് സെൻസ് ആണ് കേട്ടോ. ഓക്കെ, 2 ഐഡിയാസ് ആണ്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണം. The other is likely to be take up smoking എന്ന് പറയുന്നത് മെയിൻ തീമാണ് അതിനകത്ത്. ഓക്കെ, ഈ സെൻസ് നോക്കിയേ. One partner, marriage, other is likely to give up smoking. Okay, well done. Scanning through the passage, I come across 4th paragraph. See, married couple. നമ്മുടെ കുടുംബം married couple ആണല്ലേ. And one partner. Here is the paragraph. An illustration of the health risk in the case of the married couple. അവര് ഇല്ലാതെ ഓർത്താണോ? വൺ പാർട്ണറും അതറും രണ്ടും കൂടെ കൂടുമ്പോൾ മാരീഡ് ആണ്. couple where one partner smokes and one non-smoker.
later believed to be the 30% higher risk of death from the heart disease because of the passive smoking. The risk of the lung cancer also increases over the years. Exposure degree James, 80% of youth exposed has been smoking 4 packs a day for 20 days. It has been calculated 17% of these cases of lung cancer can be attributed to the higher level of exposure to second-hand tobacco smoke during childhood and generation. കേട്ടോ ആ സെന്റൻസ് അവർ മാക്സിമം വലിച്ചിട്ടേക്കാണ്. നോക്കാം. Reading carefully is a part of underline. Pink does not mention anything about the other partner likely to take up smoking. Death, heart disease because of the passive smoking. I continue to read the end of the paragraph still. ഞാൻ സ്കാൻ ചെയ്ത് കൂടുതലായിട്ടും ഡീറ്റെയിൽ ചെയ്തു. There is nothing about the one smoker partner taking up smoking. അത് ഇതിനകത്ത് പറയുന്നില്ല. After scanning the rest of the paragraph, ടോപ്പിക് സെന്റൻസും എക്സ്പ്ലനേഷൻ ഞാൻ വായിച്ചു. Marriage other paga, I don't find anything. Therefore, I would choose not give. Okay. So, we analyze the question. We are matching our question, our answer to the question. They are very cunning. അതുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യന്റെ അകത്ത് ആൻസർ ഉണ്ടാക്കിയിട്ടേക്കണേ. സോ നമ്മൾ അവരെക്കാളും കൂടുതൽ കണ്ണിങ് ആവുക. മോനെ കളി ഞാൻ കുറെ കണ്ടതാ, വേണ്ട, നീ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടേക്കാന്ന് എനിക്കറിയാം, ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചാണ് പോണത്. ഓക്കെ, അതുകൊണ്ട് വി ആർ ഓൾസോ ചീറ്റിംഗ് ദം ബിക്കോസ് ദേ ആർ ചീറ്റിംഗ് us, സോ വി ഹാവ് ടു ചീറ്റ് ദം. അപ്പൊ ചീറ്റിംഗ് എന്ന് പറഞ്ഞ മൈൻഡ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. സാറൊരു ഡൗട്ട്. ഹലോ സാറേ, ഈ ടേക്ക് അപ്പ് സ്മോക്കിംഗ് എന്ന് വെച്ചാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? ടേക്ക് അപ്പ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് സ്മോക്കിംഗ് അല്ലേ? സ്റ്റാർട്ട് സ്മോക്കിംഗ്. ഓക്കെ, ആ സെന്റൻസുകൾ ഒന്ന് വായിച്ചു. അതിനകത്ത് എന്ത് നമുക്ക് അതിനകത്ത് ആ ടേക്ക് അപ്പ് സ്മോക്കിങ്ങിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലെന്ന് വെച്ചോ. ഓക്കെ, ആ സെന്റൻസ് മൊത്തം നമുക്ക് എന്താ മനസ്സിലാവാന്ന് നോക്കിയേ. ഇതിലെഴുതിയേക്കുന്നത് ഒന്നത് ഹൈ റിസ്ക് ആണ്. അതല്ല, ഇപ്പൊ നമുക്ക് ആ ടേക്ക് അപ്പ് സ്മോക്കിങ്ങിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ ടോട്ടൽ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ? ഒരാള് സിഗരറ്റ് വലിക്കേണ്ടി മറ്റേ ആളും വലിക്കാൻ ചാൻസ് കൂടുതലാന്നുള്ളതാണല്ലേ? ഓക്കെ, സോ അപ്പൊ ആ വേർഡ് അങ്ങനെ തന്നെ നമുക്ക് ഇത് എന്താ പറഞ്ഞ ഇത് ചെയ്യാൻ നമ്മൾ നോക്കാതെ നമ്മളതിന്റെ കോമൺ മീനിങ് എടുക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ, കാരണം നമുക്കിപ്പോ ഡിക്ഷണറിയുള്ള എല്ലാ വാക്കിന്റെ അർത്ഥം പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളതിന്റെ കോമൺ മീനിങ് നമ്മളിപ്പോ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമുക്ക് അതിന്റെ അകത്ത്. ഓക്കെ, സോ വി ഹാവ് ടു ബി, നമ്മൾ അങ്ങനത്തെ ഒരു കുറച്ച് നമ്മൾ ഈ റീഡിങ്ങിനകത്ത് കുറച്ച് പോകുമ്പോൾ നമ്മുടെ ആ തിങ്കിങ് കഴിവുകൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കണം. അപ്പൊ അതാണ് സ്കാനിങ്. സാറേ, എനിക്ക് ഡൗട്ട് വരാൻ കാരണം ദീദി ബിക്കോസ് ഓഫ് പാസീവ് സ്മോക്കിംഗ് എന്ന് എഴുതിയിട്ടില്ലേ? പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മള് മറ്റേ ആള് സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്മോക്ക് പോണത് കൊണ്ട് അങ്ങനെ വരുന്നല്ലേ? അതുകൊണ്ടാണ് എനിക്കത് സ്മോക്ക് ചെയ്യണമെന്ന് പറയണില്ലല്ലോ. അല്ല, അതല്ലേ പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അതല്ല. പാസീവ് സ്മോക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആള് സ്മോക്ക് ചെയ്യുന്നില്ല, ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു പാർട്ട്ണർ സ്മോക്ക് ചെയ്യാണ്. അപ്പൊ അതിന്റെ പുക മുറിക്കാതെ നിറഞ്ഞു കഴിയുമ്പോ ആ പുക ഇയാൾ ഓട്ടോമാറ്റിക് ശ്വസിക്കേണ്ടി വരുമല്ലോ. അതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ടേക്കപ്പും ഇത് രണ്ടും തമ്മിൽ രണ്ടാണ്. ഞാൻ ഓർത്ത് രണ്ടും ഒന്നാന്നാണ്, ടേക്കപ്പ് സ്മോക്കിംഗും പാസീവ് സ്മോക്കിംഗ്. അപ്പൊ teenagers are അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, teenagers whose parents smoke are at risk of getting lung cancer at some point time during their lives. Okay, പിന്നെ നോക്കുകയാണെങ്കിൽ അടിയിലത്തെ എന്തോ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഫൈൻ. അടിയിലത്തെ ലൈൻ വന്നിരിക്കുന്നോണ്ടേ
Right. Okay. ആ ഇല്ലുസ്ട്രേഷൻ അപ്പൊ ഞാൻ നോക്കുക, കീ വേർഡ് ഫോർ സ്കാനിങ് എന്ന് പറയുമ്പോൾ ടീനേജേഴ്സും പാർട്ട്നേഴ്സും. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ യഥാർത്ഥ വാക്ക് തേടി അല്ല പോകുന്നത്. ആ വാക്കിന്റെ അർത്ഥങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ അതിന്റെ മറ്റൊരു സിനോണിമേ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഓക്കെ, ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി ഹെൽത്ത് റിസ്ക്. അപ്പൊ കീ വേർഡ് എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സും അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഐ കാൻ ഫൈൻഡ് ദ എക്സാക്ട് വേർഡ് ടീനേജർ, ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് ദ വേർഡ് അസോസിയേറ്റഡ് വിത്ത് ദ ടീൻ ഇയേഴ്സ് വിച്ച് ഇസ് അഡോളസെൻസ്. ഓക്കെ, കണ്ടോ അവരത് വന്ന സംഭവം കണ്ടോ? Here is what I find. An illustration of the health risk in the case of the married couple where one partner is smoker, other one is non-smoker, that are believed to have a 30% high risk of death and disease, blah blah. That the take risk of the cancer is also increases over the years of exposure, and the figure jumps to 80% of the spouse has been smoking packs 20 a day 20 years. അത് കംപ്ലീറ്റ് ഒരു കാര്യം തന്നെ വലിച്ചു നീട്ടിയിട്ടേക്കാണ് അവര്, അല്ലെ? ബേസിക്കലി എന്ത് വേറെ പ്രത്യേകം കാര്യമൊന്നും പറയുന്നില്ല, ഒരു 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 പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമൊന്നും പറയുന്നില്ല. ഇറ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ്. അത് എന്ത് ടെൻസ് ആണെന്ന് നമുക്ക് വന്നം കേട്ടോ. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ദാറ്റ്, അത് ഡിപ്പെൻഡന്റ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ദാറ്റ് വന്നു കഴിയുമ്പോ 70% of the cases of lung cancer can be attributed to higher level exposure to second-hand tobacco smoke during the childhood and adolescence. Right. അതിന്റെ ആൻസർ നമ്മുടെ കയ്യിലില്ല കേട്ടോ. അത് ഞാൻ കോപ്പി ചെയ്തില്ല. ഡോണ്ട് വറി, ഞാൻ തരാം. അപ്പൊ അതിന്റെ അകത്ത് ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. Keywords scan for teenagers. I can't find the exact word teenager. I do find the word associated with the teen years, adolescence. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അഡോളസെൻസ് എന്ന് പറഞ്ഞ വാക്ക് മഞ്ഞ വരയിൽ അടി വരച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് ഫൈൻഡ് ചെയ്തേക്കണത്. അതിന്റെ ആൻസർ എന്താന്ന് ആ പേജിന്റെ ഇല്ല. ഡോണ്ട് വറി, നമുക്ക് എന്റെ ഐഡിയ കിട്ടിയാൽ മതി ഇപ്പൊ കേട്ടോ. എന്റെ ആൻസർ ഇല്ല കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താ നമുക്ക് നോക്കാം. 30% of the deaths in United States are caused by smoking related diseases. അപ്പൊ നമ്മുടെ ആദ്യത്തെ കാര്യം എടുക്കുക, ആദ്യം നമ്മൾ ചോദ്യം പഠിക്കുക. 30% of deaths in United States are caused. Okay, അതിന്റെ മെയിൻ സെന്റൻസ് അല്ലേ? Well done. Smoking related diseases. ചോദ്യം നമുക്ക് ഏകദേശം മനസ്സിലായി. നമ്മുടെ കീവേഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്യും. അതിനകത്ത് ഡെത്ത്സും ആണ് മെയിൻ ആയിട്ട് വന്നത്, കോസ്റ്റും ആണ് മെയിൻ ആയിട്ട് വന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിനകത്ത് ഓൾറെഡി ഉണ്ടോ നമ്മുടെ ബ്രെയിൻ നമുക്ക് അത് അണ്ടർലൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓർക്കാവുന്ന കാര്യമുള്ളൂ. സ്മോക്കിങ്ങിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ അത് പ്രത്യേകിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ പാരാഗ്രാഫ് മൊത്തം സ്മോക്കിങ്ങിനെ കുറിച്ച് പറയണേ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, look at the keywords I circled below. There are keywords I am going to scan for the passage numbers are especially quick and easy to scan. For the paragraph I found in the words I scanned for. In addition to being responsible for more than 80% of the lung cancers, smoking is associated with the cancer of, amongst others, the mouth, stomach, and kidneys. And is thought to cause about 80% of the leukemia and cervical cancers. Basically, അത് പ്രത്യേകിച്ച് കാര്യം പറഞ്ഞിട്ടില്ല അല്ലെ? ഒരു ഡാറ്റ ഡാറ്റ ഇഷ്യൂ മൊത്തം പറഞ്ഞിട്ടുള്ളൂ. In 1990s, smoking caused more than 84,000. Well done.
mainly resulting from such problems like pneumonia, bronchitis, and influenza. Smoking, it is believed, is responsible for 30% of all death from cancer and clearly represents the most important preventable cause for cancer countries like United States today. United States today ഈ കാലസമയമാണ് കോസ്റ്റ് ഡെത്ത് ആണ് അതിന്റെ കാരണം. Right. Straight away I see 30%. ഇവിടെ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ 30% എഴുതിക്കുന്ന നമ്പറിലാണ് കേട്ടോ, അല്ല ആൽഫബറ്റ്സില. ഇതിന്റെ അകത്ത് 30% എഴുതിക്കുന്ന നമ്പറില. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? Trap is there. So they're putting all their trap to us. Notice the yellow underlying keywords responsible indicates the causes, and we have 30%. However, the text underlying the pink showers shows that the percentage is for all death from cancer, not death in the United States. അതിനകത്ത് അവര് ആ വാക്ക് കളിച്ചാണ്ടോ, all deaths from the cancer. അപ്പൊ ഇതിന്റെ അകത്ത് പറയുമ്പോ in the United States, ഇത് ഓൾ വേൾഡിൽ നടക്കുന്ന ഡെത്ത് ഫ്രം ക്യാൻസറിനെ കുറിച്ച് പറയണം അല്ലെ. എന്നിട്ട് അവര് അവസാനം നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടുഡേ. Well done. The percentage of the cancer, not death in United States, as written the question. By reading this part carefully, you would see that this statement does not match the writer's view. Therefore, you choose the correct answer of no. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, നോ, നോട്ട് ഗിവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൈറ്റേഴ്സ് വ്യൂ ആണ് കേട്ടോ. ഇവിടെ കണ്ടോ, therefore you should choose. Therefore, by reading the part carefully, you would see that the statement does not match a writer's view. അപ്പോ ഇവിടെ നമ്മുടെ ആക്ച്വൽ ഡാറ്റ അല്ല വന്നിരിക്കുന്നത്, ആ റൈറ്ററിന്റെ വ്യൂവിൽ എഴുതുന്ന ഡാറ്റ വന്നിരിക്കുന്നത് കേട്ടോ. ബട്ട് ഹി ട്രിക്ഡ് us. ഏതൊക്കെ അവർ നമ്മളെ പറ്റിച്ചു നോക്കിയേ. ഈ 30% എന്നുള്ള വാക്കായി. അപ്പൊ നമ്മൾ 30% അടിയിൽ അണ്ടർലൈൻ ചെയ്തെങ്കിലും നമ്മൾ അത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ 30% നമ്മൾ പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പോകില്ല, കാരണം അവിടെ ഒരു വാക്കില്ല പെട്ടെന്ന്. കോസ്റ്റ് all deaths from cancer. No, a walk ശ്രദ്ധിക്കുക. all deaths from the cancer. Countries like United States today. Okay, so you are very, very careful about these things. Silly things, they manipulate us. Okay. നമുക്ക് നമ്മുടെ സെന്റൻസിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ടച്ച് വിട്ടു പോകാൻ പാടില്ല, കാരണം നമുക്ക് വീണ്ടും സെന്റൻസിലേക്ക് കയറാനുള്ളതാണ്. നമ്മൾ റീഡിങ്ങിനെ അവിടെ ഇവിടെ നമ്മൾ ടച്ച് ആയിട്ട് പോകുന്നുള്ളൂ. ഈ സെന്റൻസ് ഞാൻ വെറുതെ വായിക്കണുള്ളൂ കേട്ടോ. ഈ സെന്റൻസ് ഞാൻ വായിക്കുമ്പോൾ ഇത് എന്ത് സെന്റൻസ് ആണ്, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എല്ലാവരും അവരോട് തന്നെ ചോദിക്കുക. ആ ഉത്തരം നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് നല്ലോണം അറിയാമെന്ന് പറയാൻ പറ്റും. സിൻസ് ദേ ഹാഡ് നോ മച്ച് ഫൺ ഇൻ ദ പാർട്ടി. ബാസ്കറ്റ് ആണ്, ബൈക്കാണ്. ഷൈ ആൻഡ് ജോൺ സ്റ്റേഡ് ലേറ്റ്, കോമ, ബട്ട് they were tired of smoking, tired in the morning. ബൈക്ക് ഏതാണ്, ബാസ്കറ്റ് ഏതാണ്, കോമ്പൗണ്ട് സെന്റൻസ് എന്താണ്, കോംപ്ലക്സ് സെന്റൻസ് എന്താണ്. ഓക്കെ, ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ആ ബട്ടിന്റെ ഇപ്പുറത്ത് കോമ എടുത്തായിട്ട് ഇത് നിങ്ങൾ നോക്കുമ്പോൾ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലെ. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. After the dance began, basket, we found our friends in the room, bike, and we invited them to stay with us.
another bike. Fanboys-ന്റെ ആൻഡ് വെച്ചിട്ട് കൂട്ടിച്ചേർത്തേക്കണു ഇത് മുമ്പുള്ള ബാസ്ക്കറ്റ്. Exactly right. Very good. The friends, comma, who often play yard. അപ്പോ അത് ബാസ്ക്കറ്റ് നടുക്ക് വെച്ചേക്കുന്നു are outside, comma, but they will soon come to the house soon. ആ ബട്ടൺ മാറ്റണമെങ്കിൽ ബട്ടൺ മുമ്പ് കോമ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ആ ഫാൻ ബോയ്സിന്റെ ബട്ടാണത്. കാരണം കോമ്പൗണ്ട് സെന്റൻസ് രണ്ടും വന്നു. അടുത്ത നോക്കുക, when we go to library, comma, I will read an hour, comma, and you can relax. When I go to library, I will read an hour. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ I will read an hour, comma, and you can relax. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആ. രണ്ടും കൂടെ കൂട്ടി വന്നുകൊണ്ട് കോമ്പൗണ്ട് സെന്റൻസ് ആ. എന്ത് ഫോർമാറ്റ് എന്ന് മനസ്സിലായോ? അതായത് DC പ്ലസ് IC സെമികോളൻ IC അല്ലെ? ആ ഒരു ഫോർമാറ്റിൽ വന്നേക്കണേ. അടുത്ത ശ്രദ്ധിക്കുക, although I love my strawberries and oranges, comma, my sister will not eat fruit. ഉഗ്രൻ കോംപ്ലക്സ് സെന്റൻസ്. അത് കഴിഞ്ഞ് വീണ്ടും കൊടുത്തിരിക്കുകയാണ് ആൻഡ് ഷീ ലവ്സ് കേക്ക്. അപ്പോ മൈ സിസ്റ്റർ വിൽ നോട്ട് ഈറ്റ് ഫ്രൂട്ട്, കോമ, ആൻഡ് ഫാൻ ബോയ്സിന്റെ ആൻഡ് ഷീ ലവ്സ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. Unless they read the several books, comma, Sherry and Alia may not have enough information for the research, comma, fanboys in the end, they will not be able to write their papers. Okay, so we have to know everything about sentence. നമ്മൾ സെന്റൻസിന്റെ നമ്മളിപ്പോ എല്ലാ ആംഗിളും നോക്കാൻ പഠിച്ചു. കോമ്പൗണ്ട് സെന്റൻസ് ആണോ, കോംപ്ലക്സ് സെന്റൻസ് ആണോ, ബൈക്ക് ആണോ, ബാസ്ക്കറ്റ് ആണോ, ഡിപെൻഡന്റ് ക്ലോസ് ആണോ, സബോർഡിനേറ്റ് ക്ലോസ് ആണോ, മെയിൻ ക്ലോസ് ആണോ, എന്ത് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് ആൻസർ പുറത്തെടുക്കാൻ പറ്റണം കേട്ടോ. That is why we have to fast it. അടുത്ത നോക്കുക, before she slept tonight, she read a book. Right. Exactly അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിന്റെ കൂടെ കോമ, ഫാൻ ബോയ്സിന്റെ ആൻഡ് ഷീ ഫിനിഷ്ഡ് ഓൾ ഹർ വർക്ക്. 3 ഐഡിയാസ് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഷീ റീഡ് എ ബുക്ക്, കോമ, ആൻഡ് ഷീ ഫിനിഷ്ഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിന്റെ ഒപ്പം ഒരു കോംപ്ലക്സിന്റെ ഫോർമാറ്റ് ചേർത്തണം. സാർ ഒരു ഡൗട്ട്, എല്ലാ കോമ്പൗണ്ട് സെന്റൻസിന്റെ അവസാനം ഫാൻ ബോയ്സിന്റെ ആൻഡ് കൂട്ടിയിട്ടാണോ വേർഡ്സ് വരുന്നത്, അതോ വ്യത്യാസം വരുമോ? ഏത് വേണേലും ഉപയോഗിക്കാം ഫാൻ ബോയ്സിന്റെ. ആണോ? ഞാനിപ്പോ അതിന് ചോദ്യം ചോദിച്ചാൽ എനിക്ക് 3 ഉത്തരം പറയേണ്ടി വരും കേട്ടോ. ഡൗട്ട് ചോദിച്ചാ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കോമ്പൗണ്ട് സെന്റൻസിന്റെ 3 ഫോർമാറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മള് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു എത്ര ദിവസം നമ്മൾ തുടങ്ങിയിട്ട് ചോദ്യം ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ആൻസർ എനി ക്വസ്റ്റ്യൻസ്. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുക ആദ്യം തന്നെ ഈ ചോദ്യം ഇത് ശരിയാണോ എന്നുള്ള വിവരം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതുന്ന സെന്റൻസ് നമ്മൾ തന്നെ തിരുത്താൻ പഠിക്കണം. That means you have to practice it. Don't worry. Although she was new a driver, and she drove through the heavy traffic in cargo. അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. Yet she remained calm. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. Don't worry. My friend who loves to play the violin practices often and she is wonderful musician. അതായത് കോമ്പൗണ്ട് സെന്റൻസ് ഏതാണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഏതാണ്, അതിനകത്ത് എവിടെയാണ് ബാസ്ക്കറ്റ് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബാസ്ക്കറ്റ് നടുക്ക് വന്നത്, എന്തുകൊണ്ടാണ് ബാസ്ക്കറ്റ് ശേഷം കോമ വന്നത്. Okay, the package, comma, which was sitting on the porch, comma, arrived during our lunch hour, or it came early in the morning. ഫാൻ ബോയ്സിന്റെ OR വന്നിരിക്കുന്നത്, ഇവിടെ കോംപ്ലക്സ് സെന്റൻസ് വന്നിരിക്കുന്നത് which was in the porch, ബാസ്ക്കറ്റ് നടുക്ക് വെച്ചിരിക്കുകയാണ്. Although I love shopping for the clothes, I have stayed away from the mall. കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിന്റെ അപ്പം വേറെ ഇത് നോക്കുകയാണെങ്കിൽ I have stayed away from the mall and I have more money. The food that I served was delicious, comma, and everyone ate plenty of it. Okay, the food that I served.
അതാണ് അതിനകത്ത് ബാസ്കറ്റ് കേട്ടോ. സോ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ഇനി പിൻ പോയിന്റ് ആയിട്ട് പോകാവൂ. നമുക്ക് ഒറ്റ കോംപ്രമൈസും പാടില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ പഠിച്ചത് ആ തിയറിയുടെ പ്രാക്ടിക്കലാണ് കേട്ടോ. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക. ബിഫോർ മൈ ഫ്രണ്ട് കുക്ക്ഡ് ദ മീൽ ജോളി ആൻഡ് അലൻ സ്റ്റോപ്ഡ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് നിയർ അവർ ഹൗസ്, and they brought 5 oranges. അപ്പൊ ബിഫോർ കോമ്പോ സെന്റൻസ് ആണ് ഇവിടെ പറയാൻ വന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കോമ്പോ സെന്റൻസ് 3 ഐഡിയാസ് ചേർത്തിട്ടുണ്ട്. ഞാൻ നോക്കുക. മിഷാൽ ഈസ് എ വെജിറ്റേറിയൻ, സോ ആ കോമ ഇട്ടിട്ട് സോ ഇട്ടണം കണ്ടോ. ഫാൻ ബോയ്സിന്റെ സോ ആണത്. ആൻഡ് ഡെസേർട്സ്, ആ ആൻഡ് ഫാൻ ബോയ്സിന്റെ ആൻഡ് അല്ല കേട്ടോ. ഓക്കെ, whenever she comes to dinner. അടുത്ത Antino and Rachel, who are friends, went to the mall yesterday but they did not buy anything. Okay, നടുക്ക് വന്നിരിക്കുന്നതാണ് അതിന്റെ അകത്ത് ബാസ്കറ്റ്. ബൈക്ക് ഏതാണ്, ബാസ്കറ്റ് ഏതാണ്, ബട്ടന് മുമ്പ് എന്തുകൊണ്ട് കോമ്പ് വന്നു? Think about it. Because our science class is challenging, Mughal and Tony studied for the first test for the all hour. Combo sentence, combo sentence. Okay. പിന്നെ അകത്ത് ഫ്രാൻസിസ്കോ, who admitted the perfect storm, basket, found a more challenging book to read. Okay, so she shared it with the class. സോ എന്ന് പറഞ്ഞ ഫാൻ ബോയ്സിന്റെ എസ് ആണ് വന്നിരിക്കുന്നത്. Because John does not like dancing, he rarely attends the school dances parties, yet they quit the whole school. ഫാൻ ബോയ്സിന്റെ എറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫാൻ ബോയ്സിന്റെ ബട്ടാണ് വന്നിരിക്കുന്നത്. It took a long time, we found the perfect sweater for the Mughal, who loves for the weather, who loves to wear bright colors. Who loves to wear bright colors എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമുക്ക് മനസ്സിലായി. ഒരു ബാസ്കറ്റ് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാണ് കേട്ടോ. ലൂയിസ് ആൻഡ് മാർത്ത, who are siblings. Oh, well done. Both decided to take a swimming lesson, and they become excellent swimmers. ഒരു സെന്റൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് നോക്ക, ഇത് എന്ത് ടെൻസ് ആണ് നമ്മൾ നോക്കണം കേട്ടോ. Although I enjoyed playing games, I did not like the new game, so I read the book for an hour. Compound complex ആണല്ലേ. കാരണം ഒരു കോമ്പോ സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെന്റൻസും ഉണ്ട്. When my friends came to my house, we watched movies and ate prawn. അത് സെന്റൻസ്, അത് കോമ്പോ സെന്റൻസ്. കാരണം അതിന് കോമ്പൗണ്ട് ഫോം ഇല്ല. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കണു, ബൈക്ക് ബാക്കിലിരിക്കണു. അടുത്ത് നോക്കുക. The homework is too difficult for me because I don't understand the background information. Exactly ബാസ്കറ്റ് ബാക്കിൽ വെച്ചേക്കാണ് ബിക്കോസ് കാരണം. അതുകൊണ്ട് അതൊരു കോമ്പോ സെന്റൻസ് ആണ്. Because it was too long weekend, we went to the party, and we also found the time to shop. ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ട്സ് ആണല്ലേ? ഡെഫിനറ്റ്ലി യെസ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വെൽ ഡൺ. അടുത്ത് നോക്കുക. Because we attended the summer school, we did not join the basketball team, yet we still had to plenty of time to swim. Brilliantly compound combo sentence. കാണുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് കോമ വന്നൊക്കെ കേട്ടോ. My friend went to the party after they finished the work. കോമ്പോ സെന്റൻസാ, കോമ്പൗണ്ട് കോമ്പൗണ്ട്സ് അല്ല. കാരണം ബാസ്കറ്റ് ബാക്കിൽ വെച്ച് സെന്റൻസ് ചെയ്തത് മാത്രമാണ്. When the school year is almost over, we review our grammar and we write notes for the intermediate classes. Compound complex. As soon as Caroline walked out, dark clouds formed and the wind the strong and sharp against her face. Compound complex. Okay. Joy, who is one of the best suppliers of the class, mislead the tricky word one of the first rounds of the misleading one. B. And then
കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലേ? സൂക്ഷിച്ചു നോക്കിയേ, കോംപ്ലക്സ് സെന്റൻസ് ആണത്. കാരണം ആ ബാസ്കറ്റ് നടുക്ക് വെച്ചേക്കണം, അതിന്റെ അകത്തൊരു കോമ്പൗണ്ട് സെന്റൻസിന്റെ ഫോമേ ഇല്ല. അപ്പോ ഞാൻ മാറ്റിയാൽ നിയമം മാറില്ല കേട്ടോ. Before the place to the first of the forensic competition, she rewrote the parts of speech and she practiced in front of the several different audience. Compound complex. Because we were already tired, we did not go to the game. Compound complex answer. Yes. I find it relaxing to listen to the music after the school, and I often wear headphones while I am studying. Compound complex. Preeta found crumbled the paper on the garage, but she knew it was given the saved. Compound complex. Compound sentence. Compound sentence. Karna fan boys in the bottom of the My favorite cousin who competes marathon. Compound sentence. The birds were singing, but it was incredibly cold outside the swinging. Compound answer. Pack your bags and we will be our way to British Columbia for a vacation. Compound answer. Hello. ഇതിന്റെ അത് ഈ സെനൻസ് ഉണ്ട്. ഈ സെനൻസ് ചോദിച്ചോ, നമ്മൾ ഇതായത് നമ്മുടെ ഫാൻ ബോയ്സിന്റെ പുറത്തേക്ക് വന്നുള്ള ഫാൻ ബോയ്സ് മാത്രം ഉപയോഗിക്കാതെ സെനൻസ് ഈ ഐ വിൽ ഫോൺ യു ഇഫ് ഐ നീഡ് മോർ ഹെൽപ്പ് സെമികോളൻ യു ഹെൽപ്പ് ഫോർ ദ ക്രൂഷ്യൽ. അണ്ടർസ്റ്റാൻഡ്? പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഫാൻ ബോയ്സ് വന്നിട്ടില്ല, പക്ഷെ അത് ആ കോമ്പൗണ്ടിന്റെ ഫോമ വന്നിരിക്കണേ, കണ്ടോ? അടുത്തത് ഓർന്ന് പറയുമ്പോ ഇതിനകത്ത് നോക്കിയപ്പോഴൊക്കെ ബിക്കോസ് മേരി വാസ് ഷൈ, കോമ ഷീ സെൽഡം മീറ്റ് ന്യൂ പീപ്പിൾ, സെമികോളൻ. ഓൾദോ ഷീ വാസ് അൺഹാപ്പി, കോമ ഷീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ അലോൺ. അപ്പൊ ആ സെമികോളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കിയ ആ ഫോർമാറ്റിന്റെ അകത്തേക്കാണ് തോന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ദി election finished, semicolon. The opposition rejected the official result,
which was believed to be rigged. കണ്ടോ, അത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസാ. കാരണം ഫാൻ ബോയ്സ് അല്ലാതെ സെമിക്കോളം വെച്ചാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് therefore വെച്ചുള്ളത് നിങ്ങൾ കണ്ടിരുന്നല്ലോ. Two dogs barked at each other constantly until the sun rose. Semicolon. Consequently, comma, none of us gave much of this sleep last night. അത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് സെന്റൻസ് അതല്ലേ? സെമിക്കോളൻ, കോൺസിക്വന്റ്ലി, കോമ. അത് മൂന്നാമത്തെ ടൈപ്പ് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിന്റെ അകത്ത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആഡ് ചെയ്തിട്ടാണ്, അതുകൊണ്ട് അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. സോ വി ക്യാൻ മേക്ക് എനി വേസ്. അപ്പൊ നമ്മൾ അത് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് വാട്ട് ഈസ് എന്നുള്ള വിവരം നമുക്ക് നല്ല തറമായിരുന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്ലേ ദ ഗെയിം. പിന്നെ നോക്കുക, when we went to school we attend the lecture, semicolon, after the lecture was over we went to library. ഓക്കെ, അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസിന്റെ ഏത് ഫോർമാറ്റ് വെച്ചും നമുക്ക് അതുണ്ടാക്കാം. നമ്മൾ ബേസിക്കലി ഇപ്പൊ നമ്മളെ എക്സാമ്പിളിൽ അത് കുറച്ച് ബേസിക് എക്സാമ്പിൾസ് നമ്മൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഫാൻ ബോയ്സ് അധികം വെച്ച് വന്നേക്കണേ. പക്ഷെ ഫാൻ ബോയ്സ് അധികം വെച്ചാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. കാരണം ഫാൻ ബോയ്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും മറ്റേതിനേക്കാളും കൂടുതലായിട്ട്. ഓക്കെ, സോ നമുക്ക് നാളെ വൈകിട്ട് കാണാം. ഞാനിപ്പോ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ ഫേസ്ബുക്കിൽ നോക്കോളൂ. അപ്പോൾ നാളെ നമുക്ക് ഈ സമയം നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്.